ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയുടെ അമ്മയ്ക്ക് വീടൊരുങ്ങുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകി. റിപ്പോർട്ടർ ലൈവാത്തോണിന് പിന്നാലെയാണ് തീരുമാനം. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വിവരങ്ങളുമായുള്ളത്. ഉമേഷ്, നമ്മൾ ലൈവാത്തോൺ ചെയ്യുമ്പോൾ ജോയുടെ അമ്മ പ്രതികരിച്ചിരുന്നു. ഒരു വീടെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥലം നോക്കി വെക്കുന്നു എന്നൊരു ഉറപ്പ് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ വീടൊരുങ്ങുകയാണോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? തീർച്ചയായും ലൈവത്തോണിൽ ജോയിയുടെ അമ്മയുടെ വിഷമവും ആശങ്കയും എല്ലാം നമ്മൾ പങ്കുവച്ചിരുന്നു. എന്തായാലും അതിന് സമയബന്ധിതമായി തന്നെ തീരുമാനമുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും. അതിന് തനത് ഫണ്ടിൽ നിന്ന് തന്നെ പണം ചെലവഴിക്കാം. നിലവിൽ കോർപ്പറേഷൻ്റെ ഈ അപേക്ഷയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അംഗീകാരം നൽകിയിരിക്കുന്നു. നിലവിൽ നൽകിയിരിക്കുന്ന അംഗീകാര പ്രകാരം 3 സെൻറ്റ് മുതൽ 5 സെൻറ്റ് വരെ ഭൂമി കോർപ്പറേഷന് വാങ്ങി നൽകാം. 1 സെൻറ്റിന് 2.5 ലക്ഷം രൂപയിൽ കവിയരുത് എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അത് കോർപ്പറേഷൻ പരിധിയിലാണോ അല്ലെങ്കിൽ പുറത്തു വേണമെങ്കിലും വാങ്ങാം. അങ്ങനെ വാങ്ങി അവിടെ വീട് വെച്ച് നൽകാം. വീട് വെച്ച് നൽകുന്നത് തനത് ഫണ്ടിൽ നിന്ന് തന്നെ പണം ചെലവഴിച്ച് നൽകാമെന്നും തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ലൈവത്തോണിൻ്റെ ഒരു ചർച്ചയിൽ വളരെ വൈകാരികമായി അമ്മ പ്രതികരിച്ചതാണ്. അമ്മയുടെ ആവശ്യങ്ങൾ പറഞ്ഞതാണ്. ആ പഴയ വീട്ടിലേക്ക് തിരിച്ച് കയറാൻ പോലും കഴിയാതെ വഴി പൂർണ്ണമായി തകർന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്, അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും അതിന് സമയബന്ധിതമായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനി ജോയിയുടെ അമ്മയ്ക്ക് ഇനി വളരെ പെട്ടെന്ന് തന്നെ വീടൊരുങ്ങും. എവിടെയാണ് ആ വീട്? അത്തരം ഡീറ്റെയിൽസ് കിട്ടിയോ? അത്തരം നടപടികളെല്ലാം ഇനി കോർപ്പറേഷൻ തീരുമാനിക്കുകയുള്ളൂ. കാരണം നിലവിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഭരണപരമായ ഒരു അനുമതി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം മേയർ നേരിട്ട് ജോയിയുടെ അമ്മയെ കണ്ട് വീട് കോർപ്പറേഷൻ വെച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അത് സ്ഥലം നോക്കിക്കൊള്ളാനും പറഞ്ഞു. സ്ഥലം ഞങ്ങളും നോക്കാം, ഏതാണോ കൺവീനിയൻറ്റ് ആ സ്ഥലത്ത് വീട് വെക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അപേക്ഷയും കോർപ്പറേഷൻ സമയബന്ധിതമായി നൽകിയിരുന്നു. പക്ഷേ തുടർന്ന് മറ്റ് നടപടികളൊന്നും മുന്നോട്ട് പോയില്ല. തുടർന്നാണ് നമ്മൾ ലൈവത്തോണിൽ ആ വിഷയം വിശദമായി എടുക്കുകയും വിശദമായി ജോയിയുടെ അമ്മയുടെ വിഷയം ചർച്ചയായി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. എന്തായാലും ഇനി പ്രധാനമായി ഒന്നുകിൽ ജോയിയുടെ അമ്മയുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ വേണമെങ്കിൽ സ്ഥലം വാങ്ങി നൽകാം. സ്ഥലം അവർക്ക് നോക്കാം. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. 3 സെൻറ്റ് മുതൽ 5 സെൻറ്റ് വരെ ആകാൻ പാടുള്ളൂ. അതായത് 3 സെൻറ്റിൽ കുറയരുത്, 5 സെൻറ്റിൽ കൂടാനും പാടില്ല. ഒപ്പം 1 സെൻറ്റിന് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരാൻ പാടില്ല. ആ രീതിയിൽ ഉള്ള ഒരു ഭൂമിയായിരിക്കണം. ആ ഭൂമി കണ്ടെത്തി നൽകിയാൽ അത് ജോയിയുടെ കുടുംബത്തിന് വേണമെങ്കിൽ കണ്ടെത്തി നൽകാം, അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ വേണമെങ്കിൽ കോർപ്പറേഷന് കണ്ടെത്തി നൽകാം. എന്താ